നമസ്തേ. എല്ലാ ജനം ടി വി പ്രേക്ഷകർക്കും കലനിറയും കൊല്ലത്തിലേക്ക് സ്വാഗതം. 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം കൊല്ലത്തിന്റെ മണ്ണിലേക്ക് എത്തുന്നത് പുതുവത്സരത്തോടൊപ്പമാണ്. അത് കഴിഞ്ഞ കുറേ നാളുകളായി അത് കളറാക്കാൻ കൊല്ലംകാർ പരമാവധി ശ്രമിക്കുകയാണ്. എന്തായാലും ഒരുക്കങ്ങളെല്ലാം ജോറായിട്ടുണ്ട്. നമ്മളിവിടെ നോക്കുമ്പോൾ ഇനിയുള്ള 5 ദിവസം കൊല്ലത്ത് കലയുടെ രാവിരവുകളാണ്. അത് കൃത്യമായി നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ജനം ടീമും റെഡിയാണ്. ഇവിടെ ഇപ്പോൾ നമ്മൾ ആശ്രമ മൈതാനത്തെ ONV സ്മൃതി പ്രധാന വേദിയായ ONV സ്മൃതിയിൽ നിന്നാണ്. നമ്മുടെ മീഡിയ സ്റ്റോളുകളെല്ലാം ഇവിടെയാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. നമ്മുടെ ഹോൾ ജനം ടീവിനെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. മിഥുൻ, എങ്ങനെയുണ്ട്? ഒരു ചെറിയ മുറിവൊക്കെ പറ്റിയിട്ടിരിക്കുകയാണ്, പക്ഷേ അതെല്ലാം മറന്നുകൊണ്ട് ഒരുക്കങ്ങളെല്ലാം കളറാക്കാൻ. അതെ, തീർച്ചയായിട്ടും ഈ കൊല്ലത്തിന്റെ കലോത്സവ ആരവത്തിനുള്ളിൽ ഒരു മുറിവും ഒന്നുമല്ല. നമുക്ക് എല്ലാ വർഷത്തെയും പോലെ ഇത്തവണയും അടിച്ചു പൊളിക്കാം. കലോത്സവത്തിന്റെ എല്ലാ രീതിയിലുള്ള ആവേശവും അത് ഒരു അണ്ണുവിട ചോരാതെ ഇത്തവണ ജനം TVയുടെ പ്രേക്ഷകരിലേക്ക് എത്തുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. കല നിറയുക തന്നെ ചെയ്യും കൊല്ലത്ത്. മിഥുൻ, എങ്ങനെയുണ്ട്? 2 മിഥുന്മാരാണ് നമുക്കുള്ളത്. ഇദ്ദേഹമാണ് കൊല്ലം ബ്യൂറോയുടെ ചുമതലയുള്ളത്. എങ്ങനെയുണ്ട് ഇതുവരെയുള്ള ഒരുക്കങ്ങളൊക്കെ? സത്യം പറഞ്ഞാലും പറയാലോ, മിഥുൻ പറഞ്ഞിരുന്നു ഇനി വേണമെങ്കിൽ ഒരു കല്യാണമൊക്കെ ആവാം, കാരണം അത്യാവശ്യം ഉത്തരവാദിത്വമൊക്കെ ഏറ്റെടുക്കേണ്ടത് എങ്ങനെയെന്ന് മനസ്സിലാക്കി ഇനി എന്തിനെ നേരിടാമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഒരു കല്യാണം ആവാം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇന്നലെ തന്നെ. എങ്ങനെയുണ്ട്? കൊല്ലത്ത് കലോത്സവം പ്രഖ്യാപിച്ചപ്പോൾ മുതലുള്ള ഒരു കാത്തിരിപ്പായിരുന്നു, മാസങ്ങളുടെ കാത്തിരിപ്പാണ് ഞങ്ങളുടെ കൊല്ലം ബ്യൂറോയുടെ. ആ ഒരു സന്തോഷമുണ്ട്. ഇനിയിപ്പോൾ അടുത്ത മണിക്കൂറിനുള്ളിൽ തന്നെ പതാക ഉയർത്തും, അടുത്ത തിരി തെളിയാൻ പോകുന്നു. അപ്പോൾ ആ സന്തോഷം, വളരെ സന്തോഷം. ഇവിടെ കൊല്ലത്ത് കലോത്സവം എത്തുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് റിപ്പോർട്ട് ചെയ്യാനൊക്കെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നതിൽ ഒരു വലിയ സന്തോഷമുണ്ട്. അത് ഈ ഊണും ഉറക്കവും ഇല്ലാതെ ഓടി നടക്കുമ്പോഴും എനിക്ക് തോന്നുന്നു. പക്ഷെ നമ്മൾ ഈ ആരവത്തിലേക്ക് കരക്കും പിന്നെ നമ്മൾ ക്ഷീണം എന്ന് പറയുന്നത്, ക്ഷീണം അറിയുന്നത് 8-ാം തീയതിക്ക് ശേഷമായിരിക്കും എന്നുള്ളതാണ്. അപ്പൊ മനീഷുണ്ട്. മനീഷ് നമ്മുടെ തിരുവനന്തപുരം ഡെസ്കിൽ നിന്ന് വന്നതാണ്. മനുഷ്യന്റെ ആദ്യത്തെ കലോത്സവ എക്സ്പീരിയൻസ് ആണ്. എന്ത് തോന്നുന്നു? ഏതായാലും നമ്മൾ ജനം ടീം പൂർണ്ണ സജ്ജമാണ്. എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത് എൻ്റെ ഒരു ഫസ്റ്റ് കലോത്സവമാണ്. അപ്പോൾ ഈ ടീമിൻ്റെ ഒപ്പം ഒരു ഫസ്റ്റ് കലോത്സവം അടിച്ചു പൊളിക്കും. അതിന്ന് ഫസ്റ്റ് തൊട്ട് 5ാമത്തെ ദിവസം, അതായത് 8-ാം തീയതി തീരുമ്പോഴേക്കും എന്തായാലും അടിച്ചു പൊളിക്കാൻ തന്നെയാണ് നമ്മുടെ ഈ ജനം ടീമിന്റെ ഒരു പ്ലാൻ. അടിച്ചു പൊളിക്കുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം. പിന്നെ അഖിലാണ്. അഖിൽ എന്താ പറയാനുള്ളത്? അഖില് നല്ല മുണ്ടൊക്കെ എടുത്ത് ഉഷാറായി വന്നിരിക്കുന്നത്. എന്താ ഈ മുണ്ടെടുത്ത് വന്നതിന്റെ ഒരു ഞാൻ ഇന്നലെ മുതൽ ഇവിടെ വന്ന സമയത്ത് വലിയ ഗ്ലാമർ ഉണ്ട് കൊല്ലത്തിന്. അപ്പം കൊല്ലം കണ്ടവൻ ഇല്ല വേണ്ടെന്നാണല്ലോ. അപ്പൊ ഇനി ഇവിടുന്ന് ഇനി തിരിച്ചില്ലത്തേക്ക് ഇല്ലാത്ത രീതിയിലുള്ള ഒരു സജ്ജം ഒരുക്കണമെന്നാണ് പ്ലാന്. എന്തായാലും കള്ളറായ കൗമാര സ്റ്റുഡിയോ 8-ാം തീയതി പൊളിക്കും. അല്ല, സ്റ്റുഡിയോ പൊളിച്ചാൽ നമുക്ക് സംവിധാനം ഉണ്ടല്ലോ കൊല്ലത്ത്, ബ്യൂറോ ഉണ്ടല്ലോ. മിഥുനാണെങ്കിൽ കല്യാണം കഴിക്കാൻ നിൽക്കുന്നുണ്ട്. അപ്പൊ കല്യാണമൊക്കെ കഴിച്ചാലുള്ള ബുദ്ധിമുട്ട് മിഥുൻ അയ്യപ്പൻ അറിയാലോ. ആ മാളികപ്പുറം വരുമ്പോഴുള്ള ബുദ്ധിമുട്ട് മിഥുനയ്യപ്പൻ അറിയാം. എന്തായാലും നമ്മൾ കളറാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കളറാക്കാൻ, കൗമാരക്കല ഉഷാറാക്കാൻ വേണ്ടി വലിയ സജ്ജം തന്നെയാണ്. കാരണം ഓരോ വർഷവും വരുന്ന ഈ കലാപ്രതിഭകളുണ്ട്. അവരെല്ലാവരും മാറ്റുരയ്ക്കാൻ ഇന്നലെ തന്നെ എല്ലാ ജില്ലകളിൽ നിന്നും ഒക്കെ തന്നെ എത്തി. അവർ വലിയ ഉത്സാഹ ത്രിമിർപ്പിൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കുന്ന തരത്തിലാണ് പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് അടിച്ചു പൊളുക്കണം, തകർക്കണം. കാരണം അത്രമാത്രമാണ് അതിൻ്റെ ഒരു വൈബ് എന്ന് പറയുന്നത്. കാരണം ഈ കൗമാരത്തിലൊപ്പമായിരിക്കും നമ്മളും എന്താണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും കൊല്ലംകാരിയാണ് നമ്മളുടെ രേഷ്മാബാബു, കൊല്ലംകാരി. പക്ഷെ നമ്മുടെ പ്രേക്ഷകർക്ക് അറിയാം, നമ്മുടെ ഹൈക്കോടതി വാർത്തകളൊക്കെ കൃത്യമായിട്ട് നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തും. അപ്പോൾ കൊച്ചി ബ്യൂറോയിൽ നിന്ന് വന്നേക്കാണ്. അപ്പോൾ കലോത്സവം കൊല്ലത്താണെന്ന് പറഞ്ഞപ്പോൾ രേഷ്മ എനിക്ക് മെസ്സേജ് ഇട്ടിരുന്നു, ചേച്ചി എനിക്കും വരണമെന്നുണ്ടെന്ന്. അപ്പോൾ എന്തായാലും രേഷ്മയുടെ ആഗ്രഹം സാധിച്ചു. രേഷ്മയോട് എനിക്കാ ചോദിക്കാനുള്ള ഈ കലോത്സവത്തിന്റെ നിയമസാധ്യതകൾ എന്തൊക്കെയാണ്? നിയമസാധ്യതകൾ കലോത്സവത്തിൽ നിന്നുള്ള അപ്പീലൊക്കെ വരുമല്ലോ, ജില്ലയിലുള്ള അപ്പീൽ സ്വാഭാവികമായിട്ടും ഉണ്ടാകും. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളും കൂടെ ഇവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളത് ഒരു ഭാഗ്യമാണ്. പിന്നെ കൊല്ലംകാരി ആയതുകൊണ്ട് തന്നെ ഒരു ആതിഥേയത്വം ഉണ്ട്. ഒപ്പം തന്നെ റിപ്പോർട്ടിങ്ങിലേക്ക് എത്തുന്നു എന്നുള്ളത് സന്തോഷമാണ്. ഏറ്റവും വലിയ കാര്യം 1.5 പതിറ്റാണ്ടിന് ശേഷമാണ് കൊല്ലത്തേക്ക് കൗമാരോത്സവം എത്തുന്നത്. നേരത്തെ യുവജനോത്സവം എന്നായിരുന്നു. അപ്പം കലോത്സവം എന്ന് പേര് മാറ്റിക്കൊണ്ട് ഇപ്പോൾ ആ കൗമാരോത്സവം എത്തുന്നത് 1.5 പതിറ്റാണ്ടിന് ശേഷമാണ്. എല്ലാവരും പോലെ കൊല്ലംകാരി ആയതുകൊണ്ട് തന്നെ അഭിമാനത്തിനൊപ്പം കൊല്ലം വിജയകിരീടം നേടണം എന്നുള്ള ഒരു ആഗ്രഹം കൂടി ഉണ്ട്. അതെന്താണെന്ന് അറിയാമോ രേഷ്മ? അത് കൊല്ലംകാരി എന്ന് പറയുന്നത് എന്താണെന്ന് പറയാം, അടിച്ചു മാറ്റിയിട്ടാണെങ്കിലും വേണ്ടില്ല, കപ്പിനെ തിരിച്ച് കോഴിക്കോട്ടോട്ട് വിടത്തില്ല എന്നുള്ളതാണ്. അതായത് അത്ര കടുങ്കൈ ഒന്നും ചെയ്യേണ്ടി വരില്ല എന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇനി നമ്മുടെ അക്ഷയുണ്ട്. അക്ഷയ തിരുവനന്തപുരംകാരിയാണ്, ഡെസ്കിൽ നിന്ന് വന്നാണ്. ആദ്യത്തെ കലോത്സവമാണ്. എങ്ങനെയുണ്ട്? എൻ്റെ ആദ്യത്തെ കലോത്സവമാണ്. അപ്പം ഭയങ്കര ആകാംക്ഷയിലാണ്. ഞങ്ങൾ ജനം TV എന്തായാലും പൂർണ്ണ സജ്ജമാണ്. നമ്മൾ എന്തായാലും തകർക്കും, തിമിർക്കും. അപ്പോൾ ഈ ഒന്നുകൂടി പറയാനുള്ളത്, ഇവിടുത്തെ ഈ കൊല്ലംകാരായിട്ടുള്ള ആതിഥേയരോട് ഞങ്ങളൊക്കെ അതിമനോഹരമായി സൽക്കരിച്ച് 8-ാം തീയതി തിരിച്ചയക്കേണ്ട ചുമതല ഇവിടുത്തെ കൊല്ലംകാർക്ക് കൂടിയാണ്. തീർച്ചയായും അത് നമുക്ക് പരിഗണിക്കാവുന്നതാണ്.
അപ്പോൾ ഇനി നമുക്ക് പറയല്ലോ ഇത് കളക്ഷൻ കൂടിയാല് എന്തോ മറ്റേ പരിപാടി കളറാവണമെങ്കിൽ എന്തോ ആവണമെന്ന് പറയുന്ന പോലെ കൊല്ലത്തിന്റെ ആതിഥേയത്വം വഹിക്കുന്ന രേഷ്മയും മിഥുനുമാണ് ആ പരിപാടിയുടെ കളർ. ഞാനും കൊല്ലംകാരിയാണ്, ഇവിടെ നിന്ന് 2 കിലോമീറ്റർ അപ്പുറത്താണ് എൻ്റെ വീട്. കറക്റ്റ് കൊല്ലത്തിന്റെ ഒരു കലോത്സവമായി മാറുന്നുണ്ട് എന്തായാലും, ജനത്തിലെ കൊല്ലത്തിന്റെ ഒരു കലോത്സവമായിട്ട് എന്തായാലും മാറുന്നുണ്ട്. കാരണം കൊല്ലവും തൃശ്ശൂരായ മിഥുനയ്യപ്പനുണ്ട്, തിരുവനന്തപുരത്തുകാരും ഉണ്ട്. ഞങ്ങളും അത്ര മോശമൊന്നുമല്ല, തലസ്ഥാനത്ത് നിന്നാണ് വരവ് അല്ല. പക്ഷേ അപ്പൊ തലസ്ഥാനം നമ്മളെ കയ്യിലാണ്, തലസ്ഥാനം ഇല്ലാതൊരു കളിയില്ല. എന്തായാലും ഞങ്ങൾ അടിച്ചു പൊളിക്കാനാണ് പ്ലാൻ. തീർച്ചയായും കൊല്ലത്തിന് ഈ കലനിറയും കലോത്സവത്തിന്റെ തത്സമയ വിശേഷങ്ങൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കും. ഇത് മാത്രമല്ല, റിപ്പോർട്ടർമാർ മാത്രമല്ല, നമുക്ക് ഒരുപാട് അണിയറയിൽ നമ്മുടെ സാരഥി വിഷ്ണു ഉണ്ട്, നമ്മുടെ അജിത്തേട്ടനുണ്ട്, ക്യാമറ അഭിലാഷ് ഉണ്ട്, വിഷ്ണു ഉണ്ട്. അവരെല്ലാം നമുക്ക് വരും ദിവസങ്ങളിൽ അല്ലെ അവരുടെ പണികളിൽ മുഴുകി. സമയത്തിന്റെ പരിമിതി അവരെയും പരിചയപ്പെടുത്താം. അപ്പോൾ ഇതിന് ശേഷം നമുക്ക് നമ്മുടെ പവലിയന്റെ ഉദ്ഘാടനമുണ്ട്. അതിന് നമ്മുടെ ഗസ്റ്റ് വന്നിരിപ്പുണ്ട്. ഒപ്പം തന്നെ ഒരു ഗണപതി സ്തുതിയോടെ നമ്മൾ വിഘ്നേശ്വരനെ വന്ദിച്ചുകൊണ്ടാണ് നമ്മുടെ പരിപാടിക്ക് തുടക്കം കുറിക്കുന്നത്. അപ്പോൾ ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ വളരെ ഇൻഫോർമലായി നടത്തിയെന്നേ ഉള്ളൂ.